നെൽകൃഷി പഠിക്കാൻ കണ്ടം പൂട്ടി മണ്ണിന്റെ മനസ്സറിഞ്ഞ് ഞാറ് നട്ട് ഇടിഞ്ഞമല LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം. ചോറുണ്ണുന്ന അരിമണി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നെല്ലിൽ നിന്ന്. അപ്പോൾ നെല്ലോ? സംശയങ്ങൾ തീരാത്ത കുഞ്ഞുമക്കൾക്ക് എന്നാൽ നെൽകൃഷി പഠിപ്പിച്ചിട്ട് തന്നെ കാര്യമെന്ന് അധ്യാപകരും ഉറച്ചു. നെൽകൃഷിയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ കാണാതെ പഠിക്കാതെ കൃഷി ചെയ്യാനാണ് പഠനം ഒരുക്കിയത്. നെൽകൃഷി പഠിക്കാനായി കണ്ടം പൂട്ടി മണ്ണിന്റെ മനസ്സറിഞ്ഞ് ഞാറ് നട്ട് ഇടിഞ്ഞമല ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ വ്യത്യസ്തരാവുകയാണ്. ഉദ്ഘാടകയും വിശിഷ്ടാതിഥികളും അധ്യാപകരും കുട്ടികളുമെല്ലാം കാർഷിക വേഷത്തിലാണ് ഞാറ് നടാൻ ഇറങ്ങിയത്. ഇതും കൗതുകമായി. കുട്ടികൾ തന്നെ നെൽകൃഷിക്കായി പാടം കളമൊരുക്കി വിത്ത് പാകി കളയെടുത്ത് വളം ചെയ്ത് നെല്ല് ഉൽപ്പാദിപ്പിക്കും. അതിന്റെ തുടക്കമായാണ് കുട്ടികൾ ഞാറ് നട്ടത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച നടീൽ മഹോത്സവം പുതുതലമുറയ്ക്ക് പുതിയൊരു പരിശീലന കളരിയായി മാറി. നെൽകൃഷിയുടെ ഉദ്ഘാടനത്തിനെത്തിയ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജിയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി, കൃഷി ഓഫീസർ ഗോവിന്ദരാജ്, അധ്യാപകർ എന്നിവർക്കൊപ്പം കുട്ടികളും പരമ്പരാഗത കർഷക വേഷത്തിൽ ഞാറ് നടാൻ എത്തിയത് കൗതുക കാഴ്ചയായി. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇതൊരു മാതൃകാപരമായി മറ്റുള്ളവർക്ക് മാതൃകയായി തീരട്ടെ, ഇതൊരു പ്രചോദനമായി തീരട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് അന്യം നിന്നു പോയ ഈ കണ്ടത്തിൽ നമ്മൾ നെൽകൃഷി നട്ട് പിടിപ്പിക്കാനുള്ള ആ ഒരു നമ്മുടെ ഒരു സമ്പത്ത് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നാം ഓരോരുത്തർക്കും കഴിയട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ഞാൻ അഭിനന്ദിക്കുന്നത് നമ്മുടെ സ്കൂളിനെ LP സ്കൂളിലെ ഇടിഞ്ഞമല LP സ്കൂളിലെ അധ്യാപകരെയാണ്. കാരണം ഇത്രത്തോളം അവർ ആത്മാർത്ഥതയോടെ തന്നെ അവർ നിന്ന് അവരോടൊപ്പം നിൽക്കുന്നത് നമ്മുടെ PTA കമ്മിറ്റി അംഗങ്ങളും PTA പ്രസിഡന്റും അടക്കമുള്ളവർ, അതുപോലെ രക്ഷിതാക്കൾ. 73 വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അരിയെക്കുറിച്ചും നെൽകൃഷിയെക്കുറിച്ചും പാഠപുസ്തകങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയുടെയും സഹായത്തോടെയാണ് കുട്ടികൾ ഇതുവരെ പഠിച്ചു വന്നിരുന്നത്. വളരെയേറെ നെൽപ്പാടങ്ങൾ ഏറെ ഉണ്ടായിരുന്ന ഇടിഞ്ഞമലയിൽ കാലക്രമേണ പാടങ്ങൾ ഇല്ലാതായതോടെ നെൽകൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുട്ടികളെ നേരിട്ട് കാണിച്ചു നൽകുകയെന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറി. നമ്മൾക്ക് കഴിക്കാൻ തീന്മേശയിലെത്തുന്ന ചോറ് ഏതെല്ലാം പ്രക്രിയകൾക്ക് വിധേയമായിട്ടാണെന്ന ബോധ്യം കുട്ടികളിൽ പകർന്നു കൊടുക്കുക എന്നതിനോടൊപ്പം വിദ്യാർത്ഥികളെ നല്ല കർഷകരാക്കി വളർത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ടെന്ന് ഹെഡ്മാസ്റ്റർ പംക്രേഷ്യസ് KC പറഞ്ഞു. ഇടിഞ്ഞമല സ്വദേശി തോമസ് KJ കൈപ്പയിൽ കൃഷി ചെയ്യാൻ വിട്ടു നൽകിയ 5 സെന്റ് കണ്ടത്തിലാണ് പാലക്കാടൻ മട്ട ഇനത്തിൽപ്പെട്ട 2.5 കിലോ വിത്ത് ഇറക്കിയത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച നടീൽ ഉത്സവം ഒരു പരിശീലന കളരിയായി മാറി. PTA പ്രസിഡന്റ് ഷാജി പറമ്പിൽ, SMC ചെയർമാൻ സാബു കാട്ടത്തിയിൽ, MPTA പ്രസിഡന്റ് സോണിയ തോമസ് കൈപ്പയിൽ, റജി കൈപ്പയിൽ, PTA അംഗങ്ങൾ, രക്ഷകർത്താക്കൾ എന്നിവർ നടീൽ ഉത്സവത്തിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, കട്ടപ്പന. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം.